ഒരു ജീവൻ രക്ഷിക്കാൻ 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ടും മമ്മൂക്കയുടെ നിശബ്ദത. പോസ്റ്റ് അങ്ങോട്ട് വൈറലായി. അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നുള്ള ഒരു മനുഷ്യൻ എഴുതിയ ഒരു പോസ്റ്റാണ്, ഫേസ്ബുക്ക് പോസ്റ്റാണ്. 3-4 മാസം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. മമ്മൂക്കയുടെ ഹൃദ്യം പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തിയ ഒരു ശസ്ത്രക്രിയയാണ്. ഒരുപാട് വെൽഫെയർ അസോസിയേഷൻസ് ഒക്കെ ഇടപെട്ടിട്ടും അവരുടെ ആ ഒരു ആശുപത്രി ചെലവിനുള്ള പണം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയർ ഈ ഒരു കാര്യം ഏറ്റെടുക്കുകയും അവരുടെ ജീവൻ തിരിച്ചു നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു വലിയ രീതിയിൽ ചർച്ചയാകേണ്ട ഒരു വലിയ വിഷയം ഒരിക്കലും ആരും അറിയണ്ട, അതങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച മമ്മൂക്കയെ നമ്മൾ എന്ത് വിളിക്കണം? സാധാരണ നിലയിൽ 1-2 ദിവസം കഴിഞ്ഞാൽ പത്രത്തിൽ വരേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ 3-4 മാസമായി അദ്ദേഹം വെയിറ്റ് ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഇത് ആരിലും എത്താത്തത്? ഈ ഒരു കാര്യം നടന്നിട്ട് എന്തുകൊണ്ട് മമ്മൂക്ക ആരിലും എത്തിച്ചില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് പിടുത്തം കിട്ടിയില്ല. അങ്ങനെ നേരെ കെയർ ആൻഡ് ഷെയറിലേക്ക് വിളിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ടാണ് അത് പബ്ലിസിറ്റി ചെയ്യാത്തത്, അല്ലെങ്കിൽ പുറം ലോകം അറിയാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാര്യം, ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അത് പുറത്ത് കൊട്ടിഘോഷിക്കാനുള്ളതല്ല, അത് അവിടെ തന്നെ നിൽക്കട്ടെ. നമ്മൾ കൊടുത്ത പണം അത് ഇത്രയും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്ര പേരെ സഹായിച്ചു എന്നുള്ള കണക്കുകൾ അത് നമ്മൾ പുറത്തു വിടണം. അത് നല്ലതല്ല. അതൊരു വലിയ മനുഷ്യന്റെ വാക്കുകളാണ്. എന്തായാലും ഈ ഒരു കാര്യം ആലുവ രാജഗിരി ആശുപത്രി മമ്മൂട്ടിയുടെ ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഹൃദയം വാൽവ് ശസ്ത്രക്രിയാ പദ്ധതിയായ ഹൃദ്യം പദ്ധതിയിലൂടെ ജീവിതം തിരിച്ചുപിടിച്ച തിരുവനന്തപുരം സ്വദേശിനി ബിന്ദുവിന്റെ അനുഭവ കഥയാണ് ജോസ് തെറ്റായിൽ പങ്കുവെച്ച് വൈറലായി. ആ വൈറലായ കുറിപ്പ് അദ്ദേഹമാണ്, ജോസ് തെറ്റായിൽ എന്ന് പറഞ്ഞ ആളാണ് ഇത് പറഞ്ഞത്. അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇതാണ്: ഇങ്ങനെയും ചില മനുഷ്യർ, ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന് വിശ്വസിക്കുന്നവർ. പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല, മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെക്കുറിച്ച് തന്നെ. 10 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ശസ്ത്രക്രിയ ഒരു പാവപ്പെട്ട കുടുംബത്തിന് സൗജന്യമായി നൽകിയ ശേഷം അതിൽ വലിയ അസാധാരണത്വം കാണാത്ത തന്നിലെ നടനേക്കാൾ വലിയ മനുഷ്യസ്നേഹി. ഒരു സാധാരണ സംഭവം നടന്നതുപോലെയാണ് മമ്മൂക്ക അതിനെ കണ്ടത് എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ അത് ജനങ്ങളെല്ലാം അറിയിക്കുക, കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാകാൻ ശ്രമിക്കുക, അതിലൂടെ കൂടുതൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? 10 രൂപ കൊടുക്കുന്നത് വീഡിയോ ചെയ്ത് അവരുടെ ഇമോഷൻസിനും പകർത്തി ആ ഒരു ഇമോഷൻ 10 രൂപയ്ക്ക് പകരം 10,000 രൂപ സമ്പാദിക്കുന്ന ഒരു ബിസിനസ് ട്രിക്ക്. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. മമ്മൂക്ക അങ്ങനെ ഒരു സഹായം ചെയ്തു, അത് കഴിഞ്ഞ് മമ്മൂക്ക മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മമ്മൂക്കയിലേക്ക് എത്തുന്നതിന് ഒരു കഥയുണ്ട്. അത് ഇങ്ങനെയാണ് പറയുന്നത്: ബിന്ദുവിന് വേണ്ടത് ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന വാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയായിരുന്നു. കാരുണ്യ പദ്ധതിയുടെ സാധ്യത തേടിയെങ്കിലും ഒരു പക്ഷേ അതിൽ വന്നേക്കാവുന്ന കാലതാമസം ബിന്ദുവിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നതിനാൽ സമാന്തരമായി മറ്റൊരു വഴി തേടാൻ ഞാൻ തീരുമാനിച്ചു. ആ ചിന്തയിലാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു മുഖം കടന്നു വന്നത്. ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ആയിരുന്ന ആ പയ്യൻ്റെ, അവിടെ ചെത്തി നടന്നിരുന്ന സർവ്വമഹാന്മാരെയും പിന്നിലാക്കി പെട്ടെന്ന് കോളേജിന്റെ ഹീറോയായി പലരുടെയും ഹൃദയങ്ങൾ കീഴടക്കിയ പഴയ ആ കൗമാരക്കാരൻ. അത് മറ്റാരുമല്ല, പിന്നീട് മലയാളത്തിന്റെ മുഖമായി ലോകം കാണുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ. വളരെ ചെറിയൊരു വേർഡിൽ അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഒരു കോരിത്തരിപ്പ് ഉണ്ടാക്കി എന്നുള്ളത്, അല്ലെ? ഒരു രക്ഷയില്ലാത്ത വാക്കുകളായി പോയി. നടന വൈഭവത്തിനപ്പുറം ആയിരക്കണക്കിന് നിരാലംബർക്ക് കൈത്താങ്ങായി മാറിയ ആ മമ്മൂട്ടിയെ തന്നെ ഒന്ന് വിളിച്ചാലോ എന്നായി എൻ്റെ ചിന്ത. മമ്മൂട്ടിയുടെ പല ജീവകാരുണ്യ പദ്ധതികളും അറിയാവുന്ന ഒരാൾ എന്ന നിലയിലും 10,000ങ്ങൾക്ക് പ്രയോജനപ്പെട്ട അയാളുടെ ആദ്യത്തെ കാഴ്ച പദ്ധതിയുടെ തുടക്കം മുതൽ കൂടെ നിന്ന ആൾ എന്ന നിലയിലും ലോ കോളേജിലെ പഴയ സീനിയറിന്റെ സ്വാതന്ത്ര്യത്തോടും ഞാൻ മമ്മൂട്ടിയോട് ഈ കാര്യം ആവശ്യപ്പെട്ടു. അടിയന്തര സാഹചര്യം വ്യക്തമാക്കി. കാര്യഗൗരവം മനസ്സിലാക്കിയ മമ്മൂട്ടിയുടെ ഇടപെടലിന്റെ വേഗത എന്നെ ഏറെ വിസ്മയിപ്പിച്ചു. ഒരു രക്ഷയും ഇല്ലെന്റെ പൊന്ന് മമ്മൂക്കച്ചേട്ട, കാക്ക ഇച്ചാക്ക, എന്താ പറയാ, അദ്ദേഹം ഒരു വിഷയം അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നീക്കുപോക്ക് ചെയ്യുന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ അടിയന്തരാവസ്ഥ ഉള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് അടിയന്തരമായിട്ട് നടത്തേണ്ട ഒരു ശസ്ത്രക്രിയയാണ്. അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയത്താണ് മമ്മൂക്കയുടെ അടുത്തെത്തുന്നതും മമ്മൂക്ക ആ ഒരു കാര്യത്തിൽ ഇടപെടലുകൾ വളരെ പെട്ടെന്ന് നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആ ഒരു ശസ്ത്രക്രിയ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുകയും
പിന്നീട് അദ്ദേഹം ഒരു ന്യൂസിലോ അല്ലെങ്കിൽ മറ്റുള്ള എവിടെയെങ്കിലും ഈ ഒരു വാർത്ത വരുമെന്ന് പ്രതീക്ഷിച്ച് കുറേ കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്നിട്ടും അതിനൊരു ഫലം കാണാതെ വന്നപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ ഈ കെയർ ആൻഡ് ഷെയർ എന്ന പദ്ധതിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് കാര്യം തിരക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് പുറം ലോകം അറിയാത്തത്, എന്തുകൊണ്ടാണ് അത് മാധ്യമങ്ങളിൽ ചർച്ചയാകാത്തത് എന്ന് ചോദിച്ചപ്പോൾ മമ്മൂക്ക അവർക്ക് നൽകിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ വിറ്റ് പൈസയാക്കരുത്. ഒരിക്കലും അത് ചെയ്യേണ്ട ആവശ്യമില്ല. മമ്മൂക്ക ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് ഉദ്ഘാടന വേദികളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഫണ്ട് പൂർണ്ണമായി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. ഒരിക്കലും ഒരാൾ ചെയ്യാത്തൊരു കാര്യം അല്ലേ? അവരുടെ വരുമാനത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക എന്നല്ലാതെ അദ്ദേഹം ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അതിൻ്റെ പിന്നിൽ, അവരെല്ലാവരും ചേർന്നുകൊണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ, ആളുകളെ സഹായിക്കുമ്പോൾ, അത് ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത് എന്ന് പറയുന്നത് അത് മമ്മൂക്കയിലൂടെ ശരിക്കും അത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ, ചില രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഞാൻ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് ഫ്ലെക്സ് പോലും വെച്ച് നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. ഒരു പാർട്ടി ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ട് അതും ഫ്ലെക്സ് വെക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഉപകാരമുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ചില ആളുകളെ സഹായിക്കുമ്പോൾ അവരുടെ മുഖം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന പല യൂട്യൂബേഴ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറയുകയെന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ 1 ലക്ഷം ചിലവാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനം അതിനേക്കാൾ ഇരട്ടിക്കാണ്. അപ്പോൾ അതൊരു ബിസിനസ്സായി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിട്ട് നിക്ക് വ്ളോഗ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിക്ക് വ്ളോഗ്സും ചെയ്യുന്നത് ആളുകളെ സഹായിക്കൽ തന്നെയാണ്. പക്ഷേ അത് ചില ആളുകൾക്ക് അഭിമാന പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. വീടില്ലാത്ത ഒരാൾ വീട് കൊടുക്കുമ്പോൾ ആ ഒരു വീട് കൊടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നതും ഒരു ചാവി കൈമാറുന്നതുമായിട്ടുള്ള വീഡിയോയോ ഫോട്ടോ എടുക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിരന്തരം അവരുടെ വീഡിയോസിൽ ഇങ്ങനെ എടുത്ത് കാണിച്ച് അവർക്കത് കൊടുക്കുമ്പോൾ, അത് കിട്ടുമ്പോൾ, അത് ജനങ്ങൾ കാണുന്ന രീതി അവരെ വല്ലാത്ത രീതിയിൽ ചിലപ്പോൾ സങ്കടപ്പെടുത്തുന്നതായിട്ടുണ്ടാകാം. അപ്പോൾ പല ആളുകളുണ്ട്. ഇപ്പോൾ സഞ്ജു ടെക്കിയുടെ വീഡിയോ നമ്മൾ കണ്ടു. 10 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 100 രൂപ അവർക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് അവരത് ഒരു പണമായതുകൊണ്ട് മുഖത്ത് അല്ലെങ്കിൽ നിലത്തിട്ട പണം എടുക്കാതിരിക്കാൻ കഴിയില്ല. അതെടുത്ത് അവരുടെ ഇമോഷൻസ് കാണിക്കുമ്പോൾ അത് കവർ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ജനങ്ങളെ സഹായിക്കുന്നത് അത് ഞാൻ കൊടുത്തതാണ് എന്ന് അറിയണ്ട എന്ന് തന്നെ പറയുന്നത്. ഇത് മറ്റുള്ള ആളുകൾ അറിയുമ്പോൾ അവരുടെ സന്തോഷം കൊണ്ടാണ് അവർ ഈ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ മമ്മൂക്കയ്ക്ക് കൊടുക്കാനുള്ളത് എൻ്റെ ഹൃദയത്തിൽ നിന്നും അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും എൻ്റെ കൊണ്ട് ഒരു ആളെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കഴിയില്ല. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഭാവിയിൽ കഴിഞ്ഞാൽ സഹായിക്കും. ഓക്കെ, അപ്പോൾ മമ്മൂക്കയിൽ എനിക്ക് കൊടുക്കാനുള്ളത് എൻ്റെ ഹൃദയം തന്നെയാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം തന്നെയാണ്.